നമസ്കാരം, നോർഡിക് മലയാളിയിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ പരീക്ഷണമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു ട്രാവൽ വ്ളോഗാണ്, അല്ലെങ്കിൽ ട്രാവൽ സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ സമ്മർ വെക്കേഷൻ സമയത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ് പതിവ്. നാട്ടിൽ ചെല്ലുക, അവിടെ അടിച്ചു പൊളിക്കുക, അതാണ് രീതി. പക്ഷേ ഇപ്രാവശ്യം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നാട്ടിൽ പോകാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു യൂറോപ്പിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന രാജ്യം എന്ന് പറഞ്ഞാൽ നോർവേയാണ്. കാരണം നോർവേയിൽ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. ഭയങ്കര നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം എന്ന് ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അതിലൊരു അറ്റ്ലാന്റിക് റോഡുണ്ട് നോർവേയിൽ. അതിൻ്റെ ഫോട്ടോ ഒരു 5-8 വർഷം മുമ്പ് കണ്ടപ്പോൾ തന്നെ അത് അവിടെ പോയി ഡ്രൈവ് ചെയ്യണമെന്നൊരു ആഗ്രഹം. ഒരു വളഞ്ഞ പാലമൊക്കെ ഉണ്ട് അവിടെ, അത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ പോയി ഡ്രൈവ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വീഡനിലെത്തിയിട്ട് പിന്നെ സ്വീഡൻ മുഴുവൻ കുറുകെ ക്രോസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നോർവേയും ഫുള്ള് ക്രോസ് ചെയ്ത് നോർവേയുടെ വെസ്റ്റ് കോസ്റ്റിലാണ് ഈ റോഡുള്ളത്. അപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടുക പിന്നെ തിരിച്ചു വരിക എന്നുള്ളത് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ അതിനുള്ള സാഹചര്യവും സമയവും ഒത്തു വന്നില്ല. പക്ഷേ ഇത്തവണ നമ്മൾ നാട്ടിൽ പോകുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഒരു സ്ഥലത്തായിട്ട് പോകുന്നത് ശരിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി അറ്റ്ലാന്റിക് റോഡ് എന്ന് പറയുന്നത് നോർവേയിലെ ഒരു നാഷണൽ ടൂറിസ്റ്റ് റൂട്ടാണ്. അപ്പോൾ ഈ നോർവേയിൽ വേറെയും നാഷണൽ ടൂറിസ്റ്റ് റൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അറ്റ്ലാന്റിക് റോഡിലേക്ക് പോകുന്ന ആ ഭാഗം അതിന് ചുറ്റുവട്ടമായിട്ട് വേറെയും ഒരു 6-7 സീനിക് റൂട്ടുകളുണ്ട്. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ കോർത്തിണക്കിയിട്ട് ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ട് ആ റൂട്ടിലാണ് നമ്മൾ ഈ ട്രിപ്പ് നടത്തുന്നത്. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ അത് നടന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നോർഡിക് മലയാളി എന്നുള്ള പേര് കറക്റ്റാകുന്നത് ഇപ്പോഴാണ്. നമ്മൾ ഇതുവരെ യൂഷ്വലി ഫിൻലൻഡ് റിലേറ്റഡ് ന്യൂസ് ആൻഡ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും സ്വീഡൻ ആൻഡ് നോർവേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ പരീക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ട്രാവൽ വിത്ത് അസ് ഫ്രം ഫിൻലൻഡ് ടു സ്വീഡൻ ആൻഡ് നോർവേ. ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇറങ്ങുമ്പോഴുള്ള തിരക്കറിയാലോ. അങ്ങനെ ആ തിരക്കിൽ പെട്ട് ആകെ ലേറ്റായി. ഒരു 10-15 മിനിറ്റ് വിചാരിച്ചേക്കാട്ടിലും ലേറ്റായി. എന്നിട്ടിപ്പോൾ ഇറങ്ങി ഒരു 45 മിനിറ്റായി. കാറിൽ നിന്ന് ഇരുന്ന് എല്ലാം ഇല്ലയെന്നൊക്കെ ബാഗിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പാസ്പോർട്ടൊക്കെ നോക്കി ഡബിൾ ചെക്കിങ് ഒന്ന് ആശ്വാസമായി. നമ്മൾ രാവിലെ 5 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തുർക്കൂലേക്ക് പോകുന്നു. 8:45 ഷിപ്പ് എടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക്ഹോമിലേക്ക് പോകുന്നു, തുർക്കൂന്ന്. അതാണ് ആദ്യത്തെ പരിപാടി. ഇനിയൊരു 45 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനുള്ള സ്ഥലത്തെത്തും. അത് കഴിഞ്ഞ് വണ്ടി ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ ഷിപ്പിലേക്ക് കയറും എന്നാണ് പ്ലാൻ. തുർക്കൂലേക്ക് വീട്ടിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പിന്നെ നമ്മൾ സ്റ്റോക്ക്ഹോമിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ അപ്പുറത്തെ സ്ഥലത്താണ് അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നോർവേയിലേക്ക് പോകാനുള്ള വഴിക്ക് ആണ് അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആവും സ്റ്റോക്ക്ഹോമിൽ എത്താനായിട്ട്. അവിടുന്ന് ഹോട്ടലിലെ ചെക്കിൻ സമയം ആവുന്നതിന് മുമ്പ് അവിടെ എത്തണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിന് ചാർജ് ചെയ്യാൻ നിർത്തേണ്ടി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോണതിന് മുമ്പ് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. സ്റ്റോക്ക്ഹോമിൽ 7 മണിക്ക് എത്തിയത് ആക്ച്വലി ടെർമിനൽ ഏകദേശം സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. അപ്പോൾ ഒരു പീക്ക് അവർ സമയത്ത് നമ്മളവിടെ ചെന്നപ്പെട്ടിട്ട് അവിടുന്ന് സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ ചെക്കിൻ സമയം കഴിഞ്ഞ് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി ചെക്കിന് അവിടെ നമ്മൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിന് അവർ ഇൻഫർമേഷനും അതിനുള്ള ഇൻസ്ട്രക്ഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടെ ഉള്ളത് നല്ലതാണല്ലോ, അല്ലാതെ വെറുതെ ഫോൺ വിളിച്ച് പറയാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെക്കിന് 10 മണിക്ക് മുമ്പ് എത്തണം എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മൾ 6:40 ഇവിടെ എത്തി. ചാർജിങ് തുടങ്ങി. 20 മിനിറ്റ്സ് ചാർജ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കണം. അപ്പോഴത്തേക്കും ഒരു 70% കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്വീഡനിൽ സ്റ്റോക്ക്ഹോമിൽ എത്തിയിട്ട് ഇനിയും ചാർജ് ചെയ്യാണ്ട് ഹോട്ടലിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ചാർജ്
ഒക്കെ ചെയ്ത് കഴിഞ്ഞ് തുർക്കു പോർട്ടിലെത്തി. അത്യാവശ്യം ലൈനുണ്ട്, വെയിറ്റ് ചെയ്യണു. നമുക്ക് പതുക്കെ കയറാം. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ID ഒക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ടിക്കറ്റ് തന്നു. പിന്നെ EV ആയതുകൊണ്ട് ഇങ്ങനൊരു സ്റ്റിക്കർ തന്നു. പിന്നെ ഏത് വരിയിലാണ് വണ്ടി ഇടേണ്ടതെന്ന് കാണിക്കാൻ ഇങ്ങനൊരു സാധനം തന്നു. അത് കണ്ണാടിയുടെ മുമ്പിൽ തൂക്കിയിടണം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ വീണ്ടും വരിയിൽ നിൽക്കുന്നു. കപ്പൽ വന്നിട്ടുണ്ട്. അതിന്ന് ഇങ്ങനെ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ലോറികളും ബസ്സും കാറും ഒക്കെ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ കാരണം നമ്മുടെ വരിയിലും ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ കുറേ ട്രക്കുകളുണ്ട്, പിന്നെ കുറേ കാറുകളുണ്ട്. അങ്ങ് ദൂരെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ബസ്സുകൾ കയറുന്നത്. അവിടെ ഒരു ലോഡ് ബസ് കാണാനുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടികൾ പോയി തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ നിൽക്കണ വരി ഇല്ലല്ലോ. അങ്ങനെ അവസാനം നമ്മളും ഷിപ്പിലേക്ക് കയറിയായി. ഇതാണ് നമ്മുടെ ക്യാബിനിലേക്ക് പോണ വഴി. നല്ലൊരു ഹോട്ടലിലൊക്കെ ഇല്ലേ, കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് കാർപ്പറ്റിൽ ബോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാളുടെയും മെയിൻ ഹോബി. ഇതാണ് ക്യാബിൻ. 4 പേർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്, വിൻഡോ വ്യൂ ഉണ്ട്, ബാത്റൂമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. വിൻഡോൻ്റെ വ്യൂ നോക്കാം. നീ തുടങ്ങി 8:45 എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ 3 മണിക്ക് തുടങ്ങിയതാണ് പരിപാടികൾ. ഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് ഉറങ്ങാനാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ വിചാരിച്ച് ഷിപ്പൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്ന്. ഇപ്പം നമ്മൾ പോണത് തുർക്കു ആർക്കിപ്പെലാഗോ വഴിയാണ്. ബാക്ക് ഡെക്കിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ആർക്കിപ്പെലാഗോ കാണാൻ അടിപൊളിയാണ്. കുറേ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സൊക്കെ കാണാം. നമ്മളൊരിക്കൽ ഐലൻഡ് ഹോപ്പിംഗ് ചെയ്തിട്ടുണ്ട് ആർക്കിപ്പെലാഗോ. ഷിപ്പിൻ്റെ ബാക്ക് ഡെക്കാണ് ഈ കാണുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ചിലർ ബീർ കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അല്ലാത്തവർ ചിലർ ക്യാബിൻസ് എടുക്കാത്തവർ ഇവിടെ ബാക്കിൽ വന്നിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് സമയം കളയുന്നുണ്ട്. ഞങ്ങളും ഇങ്ങനെ മുമ്പ് തല്ലിനിലേക്ക് പോകുമ്പോൾ ഷിപ്പിൻ്റെ ബാക്ക് ഡെക്കിൽ ഇരുന്നിട്ടുണ്ട്. അടിപൊളിയാണ് ഇരിക്കാൻ. നല്ല ആംബിയൻസ് ആണ്. പാട്ടൊക്കെ കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. ഇപ്പോഴും അത്യാവശ്യം പതുക്കെയാണ് പോണത്. വലിയ സ്പീഡൊന്നുമില്ല. ഐലൻഡ്സിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ചെറിയ ബോട്ട്സൊക്കെ സൈഡിൽ അപ്പുറത്തേക്ക് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഭയങ്കര സ്പീഡില്ലാണ്ട് പോകുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കടലായിരിക്കും. ഈ ഐലൻഡൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പതുക്കെ പോകുന്നത് ചിലപ്പോൾ. ഷോപ്പിംഗ് വേൾഡാണ്. ഷിപ്പിൻ്റെ ഷോപ്പിംഗ് സ്പേസാണ്. മിക്കവാറും പ്രീമിയം ഗുഡ്സാണ് കാണുന്നത്. പെർഫ്യൂംസ്, ആൽക്കഹോള്, മേക്കപ്പ് സാധനങ്ങൾ, തുണികൾ, പിന്നെ ഒരുപാട് ചോക്ലേറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ഇവിടെ ഇതേപോലെ ഡൈനിങ്ങും ഉണ്ട്. നമുക്ക് മേടിച്ച് റൂമിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ഗെയിംസ്, ലോട്ട്സ് ഏരിയാസൊക്കെ ഉണ്ട്. ഇവിടെ പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഓർഡർ ചെയ്യാനുള്ള മെനു ഉണ്ട്. പിന്നെ പാക്ഡ് ഭക്ഷണവും കിട്ടുന്ന സ്പേസ് ഉണ്ട്. ഒരു സ്മോക്കിംഗ് റൂമുണ്ട്. മുകളിൽ ഡെക്കിൻ്റെ അവിടെയും സ്മോക്കിംഗ് ഏരിയാസ് മാർക്ക് ചെയ്ത് കണ്ടു. ഇനി നമ്മൾ പോകുന്നത് വിസ്റ്റ റൂമിലേക്കാണ്. ഇവിടെയും ചെറിയ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇരിക്കാനും കാണാനൊക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയയിരിക്കും വേണമെങ്കിൽ.
ഇനി വിസ്ത റൂമിൽ നിന്ന് വിസ്ത ഡെക്കിലേക്ക് നടക്കാം. ഇത് നമ്മൾ രാവിലെ കണ്ട സ്ഥലമാണ് വിസ്ത ഡെക്ക് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഷിപ്പിൻ്റെ ബാക്കിൽ നിന്ന്. അപ്പം നമ്മൾ ഓലൻഡ് ഐലൻഡ്സ് എന്ന് പറഞ്ഞ ഫിൻലൻഡിൻ്റെ തന്നെ സ്വയംഭരണ പ്രദേശമായ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീനാണിത്. ഇവിടെ കുറച്ച് പേര് ഇറങ്ങും. ഇതുപോലെ തന്നെ കാഴ്ച കാണാനുള്ളവരും ഇവിടെ താമസിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ചിലർ ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ഷിപ്പിൽ വീണ്ടും സ്വീഡനിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്താ പറയാൻ, മിണ്ടാതിരിക്കാന്ന് ആകാശം നോക്കി കിടക്കാന്ന് വിചാരിച്ചാൽ അതും സമ്മതിക്കില്ല. അവിടെ റിഫ്ലക്ഷൻ പോർട്ടൊന്ന് വിട്ടു, ഓലൻ്റെ ഒന്ന് പോയി നമ്മളിനി സ്വീഡനിലേക്ക് പോവാം. രാവിലെ നമ്മൾ ഡെക്കിൽ നിന്നിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ചു. ഇത് തുറക്കു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഐലൻഡ്സ് ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഓളൻ്റെ എത്തണ വരെ കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സൊക്കെ കാണും. ഇപ്പോൾ ഓളൻ്റെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഓപ്പൺ സീ എന്ന് പറയുന്നത് കണ്ടു തുടങ്ങിയത്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ലൈവ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. 3 പേര് ക്ലൗൺസിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ടാണ് സംഭവം. ആൾക്കാരൊക്കെ കൈകൊട്ടി എൻകറേജ് ചെയ്യുന്നുണ്ട്. കുട്ടികളാണ് മെയിനായിട്ട് കാഴ്ചക്കാർ. വിസിറ്റർ ലൗഞ്ചിൽ നടന്നു പോകുമ്പോൾ കണ്ടതാണ് ഒരു ഗ്ലാസ് ഇതായിട്ട്. എനിക്ക് ധൈര്യമില്ല ഇതിൽ കൂടെ നടക്കാൻ. എനിക്ക് ഹൈറ്റ്സൊക്കെ ഭയങ്കര പേടിയാണ്. ഇവിടെ ഒരു കുട്ടി കസിനോ ഉണ്ട്. 18+ ആണ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല. പലതരം ക്യാബിൻസാണ് ഈ ഷിപ്പിൻ്റെ ഉള്ളിലുള്ളത്. ഈ 2 സൈഡ്സിലും ഉള്ളത് വിൻഡോസ് ഉള്ള ക്യാബിൻസാണ്. നടുവിലുള്ളത് വിൻഡോസ് ഇല്ലാത്ത ക്യാബിൻസാണ്. പിന്നെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷറി ക്യാബിൻസ് ഉണ്ട്, സൺഡേക്കൊക്കെ ആയിട്ട്. പ്രീമിയം ക്യാബിൻസാണ് അതൊക്കെ. ആക്ച്വലി നമ്മൾ ഈ ഷിപ്പിൻ്റെ മുകളത്തെ 2 ഡെക്കിൽ നടക്കുമ്പോൾ തോന്നില്ല ഈ ഷിപ്പിന് ഇത്ര നീട്ടുണ്ടെന്ന്. പെട്ടെന്ന് കഴിഞ്ഞു തോന്നും. പക്ഷേ ക്യാബിൻസിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ദൂരമുണ്ട് ഈ ഷിപ്പിൻ്റെ അകത്ത്. നമ്മൾ ആറ്റം തൊട്ട് ഈ ഏറ്റം വരെ നടക്കാൻ എളുപ്പമല്ല. ഇതൊരു കഫേ ഏരിയ ആണ്. കുട്ടികൾക്കുള്ള സ്പേസ് വേറെയുണ്ട്. അതിൻ്റെ ഒരു കൗതുകമായിട്ട് തോന്നിയത് 13 to 17 year old കിഡ്സിന് വേറെ ഒരു പ്രത്യേക റൂം തന്നെയുണ്ട്. എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് ഫേസസ് ബ്ലർ ചെയ്യേണ്ടി വരും. ഒരു ബ്ലറിന് പൂരായിരിക്കും. ഇത് വേറെ ഒരു ഷോപ്പിംഗ് സ്പേസാണ്. കിഡ്സ് ഷോപ്പ് എന്നാണ് പേര് കണ്ടത്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഏരിയ ആണ്. കിഡ്സ് റൂം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അഡ്വഞ്ചർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് കണ്ടു. ഇവിടെ പല പല റൂംസിൽ കിഡ്സിന് കളിക്കാനുള്ള പല ഗെയിംസൊക്കെയാണ് കണ്ടത്. മിനി ഗോൾഫിന് മാത്രം പേ ചെയ്യേണ്ടതായിട്ട് കണ്ടു. ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആയിട്ടാണ് മനസ്സിലായത്. അതുകൂടി ആളില്ലാത്ത കണ്ടത് ഈ റൂം മാത്രമേ ഉള്ളൂ. ഇത് പ്രീ ടീൻസിനുള്ള റൂമാണ്. 8 to 12 years ഓൾഡിനുള്ളത്. ഇതിനകത്തൊരു പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ കടൽ, ഇപ്പുറത്തെ ലെഗോ കടൽ. സൂപ്പർ റൂമാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. നിറച്ച് പിള്ളേരാണ്. ഒരു ഡെക്കിൽ എത്ര ദൂരം വരെ മുമ്പിലേക്ക് പോകാൻ പറ്റുമെന്ന് തപ്പി നടന്നിട്ട് മനസ്സിലായത് ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ പിന്നെ സ്പായിൽ പോവുകയെ, ലൗഞ്ച് ആക്സസ്, പ്രീമിയം ലൗഞ്ച് ആക്സസ് ഉണ്ടാവുകയൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ ഒരു ബൊഫേ ഉണ്ട്, അതിൽ പോയാൽ അവർക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വ്യൂ കാണാനുണ്ട്. ഇത് 3 ഓപ്ഷൻ. അല്ലെങ്കിൽ ഇത് എത്ര ദൂരമാണ് മാക്സിമം ഡെക്കിൽ നടന്ന് പോകാൻ പറ്റുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ സ്റ്റോക്ക്ഹോമിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ ഭംഗിയുള്ള കാഴ്ചകൾ കാണാനുണ്ട്. ഡെക്കിൽ വന്നാൽ നല്ല രസമാണ് ആക്ച്വലി. അങ്ങനെ നമ്മൾ സ്റ്റോക്ക്ഹോം എത്താറായി. അപ്പോൾ ഒരുപാട് ബിൽഡിങ്സൊക്കെ കണ്ടു തുടങ്ങി. കുറേ ലാൻഡ്മാർക്ക് ബിൽഡിങ്സൊക്കെ കാണാം വഴിയിൽ. നല്ല രസമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കെട്ടിടങ്ങളായിട്ട്.
15 മിനിറ്റ്സ് ബിഫോർ നമ്മൾ കാറിൽ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വേഗം കാറിലേക്ക് പോകേണ്ട നേരമായി. ഇനി ഇറങ്ങണ വീഡിയോയിൽ നമുക്ക് കാണാം. അങ്ങനെ അവസാനം നമ്മളും സ്വീഡനിലേക്ക് കാലുകുത്തി. കാറൂത്തി എന്നല്ലേ കറക്റ്റ്. അത്യാവശ്യം തിരക്കുണ്ട്. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ സ്റ്റോക്ക്ഹോമിൽ ഇറങ്ങിയിട്ട് ഓറബ്രോ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്ന് നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റോക്ക്ഹോമിൽ വന്നിറങ്ങിയ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വണ്ടികളും ഷിപ്പിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങുന്ന സമയമാണല്ലോ. പിന്നെ പീക്ക് അവറായിരുന്നു, സിറ്റിയുടെ നടുക്കാണ് ടെർമിനൽ. അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒരു ബ്ലോക്കിൽ പെട്ട് കിടന്നൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓറബ്രോ ഡയറക്ഷനിലുള്ള ഹൈവേയിലേക്ക് കയറാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറായി ഡ്രൈവ് ചെയ്യുന്നു. ഇനിയും 1 മണിക്കൂർ 20 മിനിറ്റ് കൂടി ഉണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 9:00 മുമ്പായിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ ഹോട്ടലിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ ചെക്ക് ഇൻ ഡെസ്ക് 10 മണി വരെ ഓപ്പണാണ്. അപ്പോൾ ചെക്ക് ഇൻ ഡെസ്ക് പൂട്ടുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താൻ പറ്റും. അതുപോലെ തുർക്കും നമ്മൾ ചാർജ് ചെയ്ത് കാരണം ഇനിയൊരു ചാർജിങ് സ്റ്റോപ്പ് ആവശ്യമില്ല. നമ്മൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിനടുത്ത് തന്നെ ചാർജറുണ്ട്, അവിടെ പോയി ചാർജ് ചെയ്യാനാണ് പ്ലാൻ. ഇങ്ങനത്തെ ഡിവൈഡറില്ലേ, അത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ സാധനം ഒറ്റ ലൈനിലല്ലോ, ഹൈവേ ആണല്ലോ. പക്ഷെ ഇങ്ങനെ സിംഗിൾ ലൈനായിട്ട് ഉണ്ടല്ലോ. പക്ഷേ ഇതുപോലത്തെ ബാരിയർ അല്ല, വേറെ ടൈപ്പ് ബാരിയറാണെന്നായിട്ട് ഓർമ്മ. പക്ഷേ 2 ഡയറക്ഷനിലും സിംഗിൾ ലൈൻ ഉണ്ടാവും. എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് ഒരു ഡയറക്ഷനിൽ 2 ലൈൻ ഉണ്ടാവും. ഇപ്പോൾ ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ 2 ലൈനായി, അപ്പുറത്ത് ഇപ്പോഴും സിംഗിൾ ലൈനാണ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ 2 ലൈനുള്ളത് മാറി 1 ലൈനാവും കിട്ടും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ കാണും. അപ്പോൾ അങ്ങനത്തെ ഹൈവേ ഫിൻലൻഡിലുണ്ട്. പക്ഷെ ബാരിയർ ഈ ടൈപ്പ് അല്ല. പക്ഷെ ബാരിയർ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ നോർത്ത് ആ ഭാഗത്ത് പോയി ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഇടിച്ച പണി കിട്ടും. അപ്പോൾ 2 ലൈൻ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതാ കഴിഞ്ഞു. വീണ്ടും ഇപ്പോൾ 1 ലൈനായി മാറും. നമ്മൾ ഇന്നത്തെ അക്കോമഡേഷനിൽ നമ്മൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. 19% ഉള്ളൂ. അപ്പോൾ ബാക്കി ചാർജ് ചെയ്യണം. അപ്പോൾ അയണിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കുറച്ച് പ്രിഫറബിൾ ആയിട്ടുള്ള നല്ല റേറ്റ്സ് ഒക്കെ കിട്ടുക. പ്ലഗ് ആൻഡ് ചാർജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്ലയിലൊക്കെ ഉള്ള പോലെ ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേണ്ട, തന്നെ ചാർജ് ചെയ്ത് തുടങ്ങുന്നതാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ പ്ലഗ് ആൻഡ് ചാർജൊക്കെ വർക്ക് ചെയ്തു. നമ്മൾ പ്ലഗ് ചെയ്തു. ഒരു 30 സെക്കൻഡ് എടുത്തു അത് ചാർജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ വേറെ ആപ്പിലൊന്നും നമ്മളൊന്നും ചെയ്തേ വന്നില്ല. ചാർജ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 124 കിലോവാട്ടിലാണ് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 130-135 കണ്ടാണ് മാക്സ് പീക്ക് ചാർജിങ് റേറ്റ് ഉള്ളത്. അപ്പോൾ 125 കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. ഇപ്പോൾ ഇത് 25% ആണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് റൺ ഡൗൺ ചെയ്യും. എത്ര നേരം കൊണ്ട് ഏകദേശം ഒരു 90% ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാർജിങ് സെഷൻ ഇപ്പോൾ കഴിഞ്ഞു. 39 മിനിറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. 20-90% ചാർജ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഡേ 1 കഴിഞ്ഞു. ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ട്രിപ്പാണ്. 2 ദിവസം കൊണ്ടാണ് എല്ലാ ബുക്കിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ ഈ ടൈപ്പ് ഓഫ് വ്ളോഗിങ്ങും ഒട്ടും പ്രിപ്പയർഡ് അല്ല. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നന്നാക്കാൻ നോക്കാൻ വരും ദിവസങ്ങളിൽ. അപ്പോൾ ഗുഡ് നൈറ്റ്.